താറാവിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം. ലിയു എന്ന വ്യക്തി താറാവിനെ അറക്കുന്നതിനിടെയാണ് വയറ്റിൽ നിന്ന് നിരവധി ചെറിയ കഷ്ണങ്ങളായി സ്വർണം കണ്ടെത്തുന്നത്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലെ ലോങ്ഹുയി കൗണ്ടിലാണ് സംഭവം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ആഗോളതലത്തിലും ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുകയാണ്. ഓരോ മണിക്കൂറിലും വില മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് ഒരു സ്വപ്നമായി മാറുന്ന ആശങ്കയാണ് ഈ വിലവർധനവ് ഉയർത്തുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് അങ്ങ് ചൈനയിൽ നിന്ന് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ പൊന്മുട്ടയിടുന്ന താറാവിനെക്കുറിച്ചുള്ള രസകരമായ കഥകൾ. ഈ കഥ കേട്ട് വളർന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ സ്വർണം നൽകുന്ന താറാവിനെ പറ്റി ചിന്തിക്കാത്തവരും ആരും തന്നെയുണ്ടാകില്ല. എന്നാൽ ആ കഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഒരു രസകരമായ സംഭവം അങ്ങ് ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറച്ചിക്കായി കൊന്ന താറാവിന്റെ വയറ്റിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം കണ്ടെത്തിയത്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്കിൽ ഇത് നടന്ന കാര്യമാണ്. ഹുനാൻ പ്രവിശ്യയിലാണ് സംഭവം നടക്കുന്നത്. ലോങ്ഹുയി കൗണ്ടിയിലെ ലിയു എന്ന വ്യക്തിക്കാണ് താറാവിന്റെ വയറ്റിൽ നിന്നും ഏകദേശം 10 ഗ്രാം ഭാരമുള്ള സ്വർണ്ണത്തരികൾ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നത്. താറാവിനെ വൃത്തിയാക്കുന്നതിനിടയിലാണ് വയറ്റിലെ തിളങ്ങുന്ന വസ്തുക്കളെ കണ്ടത്. സംശയം തോന്നിയ ഇയാൾ താറാവിന്റെ വയറ്റിൽ നിന്നും ആ വസ്തുക്കൾ ഉടൻ തന്നെ എടുത്ത് അത് യഥാർത്ഥ സ്വർണമാണെന്ന് സ്ഥിരീകരിച്ചു. ഇയാളുടെ വീടിനടുത്ത് ചേർന്നുള്ള ചെൻഷൂയി നദിക്കരയിൽ നിന്നാകാം താറാവ് ഇത്തരത്തിൽ സ്വർണം വിഴുങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും 1970-കൾ മുതൽ 90-കൾ വരെ സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ട നദിയാണ് ചെൻഷൂയി നദി. ആയതിനാൽ തന്നെ താറാവുകൾ നദീതീരത്തെ മണൽ നിന്ന് ഭക്ഷണം തേടുന്നതിനിടെ സ്വർണ്ണത്തരികൾ കഴിച്ചതാകാമെന്നാണ് നിഗമനം. എന്തായാലും കോളടിച്ചു. മുൻപും പ്രദേശത്ത് ഗ്രാമീണർക്ക് താറാവുകളിൽ നിന്ന് സ്വർണം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ നദിയിലെ മണൽ പരിശോധിച്ചവർക്ക് 10 ഗ്രാമിലധികം സ്വർണം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് കേട്ട് പെട്ടെന്ന് ചൈനയിലേക്ക് യാത്ര തിരിക്കണ്ട. ഇതിന് നിയമവശങ്ങളുമുണ്ട്. ചൈനീസ് നിയമപ്രകാരം ഭൂഗർഭ വിഭവങ്ങൾ സർക്കാരിൻ്റെതാണെങ്കിലും ഒരു പക്ഷിയുടെ വയറ്റിൽ നിന്ന് ലഭിച്ച സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കുന്നത് സങ്കീർണമായ കാര്യമാണ്. 6-ാം നൂറ്റാണ്ടിലെ ടാങ് രാജവംശത്തിന്റെ കാലത്തും താറാവുകളുടെ കാഷ്ടത്തിൽ നിന്നും സ്വർണ്ണത്തരികൾ ശേഖരിക്കുന്ന പതിവ് നിലനിന്നിരുന്നു. ചരിത്രരേഖകളും ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ തലത്തിൽ മാത്രമാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.